അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ പറയും? നല്ല പരിപാടി നെർവസ് എന്തായാലും നല്ല അടിപൊളി അന്തരീക്ഷം, പക്ക സൂപ്പർ. അപ്പോൾ സത്യമൂർത്തിയുടെ മാരേജ് നമസ്കാരമുണ്ട്. അടിപൊളി നിഖിലാണ്, മഴമേഘം ഫാമിലിയാണ്. അപ്പം ഞങ്ങൾ ഇന്നൊരു കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കല്യാണ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ചങ്ക് ബ്രോ സത്യമൂർത്തിയുടെ കല്യാണമാണ് നാളെ. അപ്പം കല്യാണ തലേന്ന് ചെക്കൻ്റെ വീട്ടിൽ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ബാക്കിൽ അമ്മയുണ്ട്, വീഡിയോ എടുക്കുന്നത് അച്ഛനാണ്. അപ്പം നമുക്ക് നേരെ പോയി അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ചങ്കിന്റെ കല്യാണ വീട് എത്തി. ആഹാ സൂപ്പർ ആയിട്ട് നോക്കിയമ്മ, മിർച്ചി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് ചാ? അടിപൊളി സൂപ്പർ. ആഹാ കുറച്ചുകൂടെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും സൂപ്പർ ആയിരിക്കും. ആഹാ LED സ്ട്രിപ്പ് ലൈറ്റും. വാവ്, കല്യാണ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ വൈബാണ്. അവിടെ ദൂരെ കാണുന്നതാണ് കേട്ടോ സത്യമൂർത്തിയുടെ വീട്. അവര് ലൈറ്റൊക്കെ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ആഹാ അന്തസ് സൂപ്പർ. ഇരുവശങ്ങളും പാടവും ഒക്കെ ഉണ്ട്, കിടിലൻ കാഴ്ചയാണ്. അപ്പോൾ ഒന്നുകൂടി ഇരുട്ടായിട്ട് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് സത്യമൂർത്തിയുടെ വീടൊക്കെ ഒന്ന് കാണാം അല്ലേ? കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചപ്പും ഹരിതാഭയും. സത്യമൂർത്തിയുടെ വീട്ടിലേക്ക് വരുന്ന ആ വഴിയുടെ രണ്ട് വശത്തായിട്ട് ഇതുപോലെ പച്ചപ്പാടമാണ് കേട്ടോ. നോക്കിയേ എന്താ ഭംഗിന്ന്. പാലക്കാടൻ ചന്തം. ഈ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ മണവാളൻ, മിസ്റ്റർ മണവാളൻ സത്യമൂർത്തി. നമസ്കാരമുണ്ട്. അലിയ. ഓക്കെ, ഹായ് അലിയ, നമസ്തേ. ഇങ്ങോട്ട് വരൂ, ചോദിക്കട്ടെ കാര്യങ്ങൾ. അലിയുടെ വീട് എവിടെയാണ്? തത്തമംഗലം. ഓക്കെ. സത്യമൂർത്തിയുടെ ഫ്രണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. ഓ, നവോദയയിൽ പഠിച്ചാണ് അല്ലേ? ശരി. എൻ്റെ ബ്രദറും നവോദയയിൽ പഠിച്ചാൽ രണ്ടുപേരും, അഖിൽ എൻ്റെ അതുൽ. എൻ്റെ മാമിൻ്റെ മക്കളാണ് അവർ. അതെ. അപ്പോൾ സന്തോഷം. അപ്പോൾ നമുക്ക് നാളെ അടിച്ചു പൊളിക്കാം കേട്ടോ. രാത്രിയായപ്പോൾ ലൈറ്റിംഗ് ഒക്കെ കണ്ടു, നല്ല കിടിലൻ ലൈറ്റിങ്. പിന്നെ ഇതാ കാരണവന്മാരൊക്കെ ഇരുന്ന് കുശല വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സീരിയസ് ടോക്കാണ്. അത് കാരണം ഞാൻ ആരെയും അത്രയ്ക്ക് അങ്ങ് ശല്യം ചെയ്യുന്നില്ല കേട്ടോ. കല്യാണ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വൈബാണിതാ. പിന്നെ ഈ ബ്രോ ഭയങ്കര ബിസിയാണ്, നാളത്തെ കല്യാണ തിരക്കുകൾ പ്ലാൻ ചെയ്യുമായിരിക്കും. പിന്നെ സത്യമൂർത്തിയുടെ ബ്രദറും ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ കല്യാണ തലേന്നുള്ള ഡിന്നർ ഇവിടെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഹാ നല്ല ചൂടൻ ചിക്കൻ കറി ഉണ്ട്, പിന്നെ നല്ല നെയ്ച്ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ അവസാനത്തെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതന്നെ, ഒരു ചെറിയ കരണ്ട് കൂടെ കിട്ടിയാൽ ബാക്കിയുള്ളതെല്ലാം സെറ്റായി. സത്യമൂർത്തിൻ്റെ ചങ്ക് ബ്രദറിൻ്റെ അടുത്ത് എന്തോ പറയുകയാണ്. നാളത്തെ പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ കസേര റെഡി, ടേബിൾ പേപ്പർ റെഡി. അപ്പം ഇനി നമുക്ക് വിളമ്പി തുടങ്ങാം അല്ലേ? അവസാനമായിട്ട് ഒന്നും കൂടെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.
ആഹാ, നല്ല ഘമ മണമുള്ള നെയ്ച്ചോറ്, പിന്നെ ആ കോഴിക്കറിയും അച്ചാറും സലാഡും. അപ്പോൾ തുടങ്ങാം, പ്ലേറ്റ് ഇട്ട് തുടങ്ങാം. ഓക്കെ, ഗ്ലാസും വെച്ചോളൂ. ബ്രോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക്. അതന്നെ, കലക്കി. അപ്പോൾ കഴിക്കാനുള്ളവരെല്ലാം പോരട്ടെ. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, വരുന്നുണ്ട് നമ്മുടെ ദാക്ഷായണി അമ്മയും സരോജിനി ചേച്ചിയും ഗീത ചേച്ചിയും പ്രിയ ചേച്ചിയും എല്ലാവരും. സുധാ മഴമേഘവും വന്നിരുന്നു. അപ്പോഴേക്കും വിളമ്പാൻ പറയണോ ആരയ്ക്കും? നല്ല രസമല്ലേ ഇങ്ങനെ കല്യാണ തലേന്നുള്ള രാത്രിയിലുള്ള ആ ഭക്ഷണം കഴിക്കലും എല്ലാവരും കൂടിയുള്ള ആ ഒരു ഒത്തൊരുമ കിടിലനാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ നെയ്ച്ചോറ് വിളമ്പി തുടങ്ങിയിട്ടോ. നല്ല ചൂടുണ്ട്. ഇത് കാറ്ററിങ് പറഞ്ഞതാണ്, ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അങ്ങനെ ആ ചിക്കൻ കറിയൊക്കെ വിളമ്പി നമ്മുടെ സരോജിനി ചേച്ചിയും ദാക്ഷായണി ചേച്ചിയും പ്രിയ ചേച്ചിയും എല്ലാവരും തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ തുടങ്ങിക്കോട്ടെ, എല്ലാവരും കഴിച്ച് തുടങ്ങിക്കോട്ടെ. വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ. ഇവിടെ ഒരു ടീം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ പന്തി നിറഞ്ഞു. വിളമ്പുകാർ വിളമ്പിക്കൊണ്ടിരിക്കുന്നു, കഴിക്കുന്നവർ കഴിക്കുന്നു. പിന്നെ അമ്മ ഫുഡി ആയതുകൊണ്ട് എല്ലാം നല്ല രീതിക്ക് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നെ കണ്ടതുപോലും ഇല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൂരെ ഒരു കുട്ടിയെ ഞാൻ കണ്ടത് കേട്ടോ. ഹായ് മോളുക്കുട്ടി. ക്യാമറയൊക്കെ കയ്യിൽ കണ്ടപ്പോൾ ആളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ പരിചയപ്പെട്ടു. ആൾ കിടിലനാണ്, സ്മാർട്ടാണ് കേട്ടോ. അങ്ങനെ കല്യാണ തലേന്നുള്ള ഭക്ഷണമൊക്കെ അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ സീരിയസ് ടോക്കാണ്, ശല്യം ചെയ്യണ്ട. ഇവിടെ അച്ഛനും സത്യമൂർത്തിയും കുശല വർത്തമാനം. അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ പറയും? നെർവസ് എല്ലാം ശരി. നാളെ രാവിലെ ആ ഡ്രസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം ശരി. അതെ, അല്ലെങ്കിൽ ഇനി ആളുകൾ വരാണ്ട് തോന്നുന്നു അല്ലേ? എന്തായാലും നല്ല അടിപൊളി അന്തരീക്ഷം, പക്ക സൂപ്പർ. അപ്പോൾ സത്യമൂർത്തിയുടെ മാരേജ്. അങ്ങനെ അടുത്ത പന്തിക്കുള്ള ആളുകൾ ഫുള്ളും അവിടെ കഴിക്കുന്നവരെ നോക്കി ഇങ്ങനെ കാവലിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ പന്തിയിൽ ഇരിക്കുന്നവർ ഇതുവരെ അവിടെ നിന്ന് എണീറ്റിട്ടില്ല. കുറേ ബന്ധുക്കാർ ഇപ്പോൾ പോയി തുടങ്ങി. കാരണം നാളെ രാവിലെ നേരത്തെ വരണമല്ലോ, കല്യാണം കെട്ടാൻ പോകാനുള്ളതൊക്കെ അല്ലേ. കുറേ പേര് പോകുന്നുണ്ട്, കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതെ, നമ്മുടെ പാലക്കാടൊക്കെ ഈ കല്യാണ വീടെന്ന് പറയുമ്പോൾ നല്ല രസമാണ്. അധികം വീടുകൾ ഇങ്ങനെ പാടത്തിൻ്റെ ഓരത്തും ഒക്കെ ആയിരിക്കും. നല്ല ഈവനിങ് കാറ്റൊക്കെ കൊണ്ട് അവിടെ നിൽക്കാൻ നല്ല സുഖമാണ്. ഇതേ സത്യമൂർത്തിയുടെ വീടാണ്. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ പേഴ്സണൽ ഓഫീസും പിന്നെ ഒരു ചെറിയൊരു ബെഡ്റൂമും കൂടിയുള്ള ഒരു ചെറിയ ഭംഗിയുള്ള നല്ല വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഓഫീസൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവിടെ തന്നെ ബെഡൊക്കെ ഇട്ടിട്ടേ. ആ വീട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. കണ്ടില്ലേ, ഫാമിലി ആയിട്ട് അയൽവാസികളാണ്, സത്യമൂർത്തിയുടെ അയൽവാസികളാണ്. ചെറിയ ചെറിയ കുട്ടികളും ചേച്ചിമാരും അമ്മമാരും എല്ലാവരും വന്നു. ഈ കല്യാണ വീട്ടിലെ ഈ കാഴ്ച കിടിലനാണ്. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഇവിടെ കുറേ പേര് ചങ്കുകൾ കളിച്ച് ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വരുന്നവരെ സ്വീകരിക്കുന്നുണ്ട്. നല്ല കാഴ്ചയാണ്, നല്ലൊരു വൈബാണ് ഈ കല്യാണ വീടുകൾ എന്ന് പറയുന്നത് അല്ലേ. കണ്ടില്ലേ, അമ്മമാരും മരുമക്കന്മാരൊക്കെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. കുറേ ജനറേഷൻസാണ് ഇവിടെ ഉള്ളത്, കാണാൻ സാധിക്കുന്നില്ലേ? ഇപ്പം വന്നതാട്ടോ ഈ കുഞ്ഞുമോള്. തനിക്ക് പറ്റിയ കൂട്ടാരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കി നടക്കുകയാണ്. ചേച്ചിൻ്റെ കൂടെ അങ്ങോട്ട് പോയി. അടുത്തൊരു കുഞ്ഞു ബാവ. ആൾക്ക് ഇത്തിരി ഷൈയാണ്. ഞാൻ ക്യാമറ ഓൺ ചെയ്തത് കണ്ടപ്പോൾ ചെറുതായിട്ട് ഷൈയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യമൂർത്തിയുടെ ഈ മുത്തശ്ശനെയാണ് കേട്ടോ. ഇപ്പോഴും ആ എനർജി കണ്ടോ. ഒരുപാട് പ്രായമായിട്ടുണ്ട് എങ്കിലും കണ്ടില്ലേ ആ ചിരി, എന്ത് രസമാണെന്ന് നോക്കിയേ. ഉഷാർ നമ്മളെക്കാളും ഒരുപാട് ഉഷാറാണ് ഈ മുത്തശ്ശന്. എന്തായാലും ഹാപ്പി, ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. അപ്പോൾ സത്യമൂർത്തിയുടെ കല്യാണ വീടിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് ഇനിയും അടിപൊളി എന്ന ചാനലിൽ വരുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും അറിയിച്ചുകൊള്ളൂ കേട്ടോ. പറ്റിയാൽ ആ ബെല്ലൈക്കണും കൂടെ അമർത്തിക്കോളൂ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റുമല്ലോ. താങ്ക്